ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹണിബി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ അവസാനം ഇട്ട പാർട്ടിൽ അതിന് 100 ലൈക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു പുതിയൊരു കാറും പിന്നെ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസാണ്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലേ കൊടുത്തിട്ടുണ്ട്. അച്ഛനിവിടെ കുന്തം മെഴുകിയ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്ലേ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ എങ്ങനെ NPCനെ ഡാൻസ് കളിപ്പിക്കാവുന്നതാണ്. ഇത് പഴയ വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഗൈസ്. അപ്പം ഇത് NPCനെ എങ്ങനെ ഡാൻസ് കളിപ്പിക്കാമെന്നാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നോക്കാൻ പോകുന്നത്. പിന്നെ വേറെ 2 സർപ്രൈസും കൂടി ഉണ്ട്, അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം NPCനെ എങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു NPCയുടെ അടുത്തോട്ടൊക്കെ ഒന്ന് പോവുക. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ RJ ടൂളിൽ പോയിട്ട് NPC ഡാൻസ് എന്ന് അടിച്ചു കൊടുക്കുക. NPC ഡാൻസ് അങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം വരത്തില്ല, ഞാൻ പറ്റി കൊടുത്തിട്ടുണ്ട്. കൊണ്ട് ഇപ്പോൾ ഒരു NPC ഡാൻസ് കളിക്കുന്നില്ല. അതിനായി നിങ്ങൾ ഫോൺ മാറ്റിയിട്ട് ഗണ്ണിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഗണ്ണിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് പിസ്റ്റൾ എടുക്കുക. പിസ്റ്റൾ എടുത്തിട്ട് അയാളൊന്ന് വെടി വെക്കുക. അങ്ങനെ NPC ഡാൻസ് എന്നടിച്ചിട്ട് നിങ്ങൾ ആരെ വേണേലും വെടി വെച്ചാൽ മതി, അവർക്ക് ഡാൻസ് ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇപ്പം നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്, നല്ല ഹൈ ഗ്രാഫിക്സിൽ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് ഡോൺ മോഡ് വെച്ച് ശരിക്കും ഡാൻസ് ഒന്ന് കാണാം. കണ്ടോ ഗൈസ്, നല്ല ഗ്രാഫിക്സോടെ ആ ഒരു ഷാഡോ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താ രസമല്ലേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഏറെ ഇന്ന് ഡാൻസ് കളിക്കുന്ന പോലെ. ഇനി നമുക്ക് ഇവനും കൂടി ഒന്ന് ഡാൻസ് കളിപ്പിച്ച് നോക്കാം. ഇവനെ കൂടെ ഡാൻസ് കളിപ്പിക്കാൻ നമ്മൾ PDM എന്നടിക്കണം. പ്ലെയർ ഡാൻസ് മോഡാണ്. അന്നേരം ഡോൺ തന്നെ ഓണായി വരും. നമുക്ക് ഇവന്മാർക്ക് ഒരു പാട്ടിട്ട് കൊടുത്താലോ. വീരം പടയോട് ചന്തര കൊട്ടിക്കോലം തുള്ളും താളം, തീരം പടയോട് ചന്തര കെറ്റിക്കൊട്ടിക്കയറും താളം, ഇത് മുള്ളം കുന്നിൻ മേലെ കാവടി എന്തും നേരം, ഈ നക്കരയുള്ളവൻ ഇക്കരെ എത്തത്തക്കടി തടിപൊളി മേളം. അപ്പോൾ നല്ല രസമായിരുന്നു ഗൈസ്. NPCയുടെ കൂടെ നമ്മൾ മച്ചാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. നമ്മൾ വേറെ NPCനും കൂടെ ഡാൻസ് കളിക്കും. അങ്ങുള്ള NPCനെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിസ്റ്റൾ എടുത്തിട്ട് കുറേ അടി അടിക്കുക. എന്നിട്ട് നമുക്ക് അവിടെ വരെ നടക്കാൻ മടിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഗണ്ണില്ലേ അതെടുത്തിട്ട് നമ്മളാ ഒരു ഷൂട്ട് ചെയ്ത ആ ഒരു പെണ്ണിൻ്റെ അങ്ങോട്ട് മാറ്റുക. അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഓരോ പിസ്റ്റൾ ഗണ്ണിനെ എടുക്കുമ്പോഴത്തേക്ക് ഓരോരോ ഡാൻസ് ആണെന്ന്. അതുകൊണ്ട് സ്ലോ മോഷനിൽ ഡാൻസ് കളിക്കുന്നത് ഓരോ ഗണ്ണടിക്കുമ്പോഴും ഓരോ തരം ഡാൻസാണ്, വെറൈറ്റി ഡാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പിന്നെ എന്നാ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരാം. അപ്പം നമ്മൾ യമഹ VMAX എടുത്തിട്ടുണ്ട്. വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പുതിയ അപ്ഡേറ്റിൽ വന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ ഈ സൈഡും തിരിയുക, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ പോയാൽ മതി. നേരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു NPC ബൈക്ക് ഓടിക്കുന്നത് കാണാൻ പറ്റും ഗൈസ്. കണ്ടോ അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഈ NPCയിലൂടെ ബൈക്ക് ഓടിച്ചു പോകാൻ പുതിയ ട്രാഫിക് ബൈക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ NPC കാർ മാത്രമല്ല ബൈക്ക് ഓടിക്കുന്നതായിരിക്കും ഗൈസ്. പണ്ടൊക്കെ NPC കാർ മാത്രം ഓടിക്കുള്ളായിരുന്നുള്ളൂ, ഇപ്പോൾ ബൈക്ക് ഓടിക്കും. പിന്നെ വന്ന ഒരു സംഭവമാണ് UFO എന്ന് വെച്ചാൽ സ്പേസ് ഷിപ്പാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ UFO എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പാണ്. നമ്മൾ UFOയുടെ ചീറ്റ് കോഡ് വിളിക്കാൻ പോവാണ്. 0606 അടിച്ചാൽ UFO വരുന്നതായിരിക്കും. അപ്പം നമ്മൾ അതുപോലെ തന്നെ 3 UFO വിളിക്കുമായിരിക്കും. നമ്മളതുപോലെ 3 UFO വിളിക്കാൻ പോവാണ്. 0606 അടിച്ചിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വീണ്ടും ഒരു UFO അടിക്കാൻ പോവാണ്. 0606. നമ്മൾ ചീറ്റ് പ്രോസസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു UFO വരുന്ന ട്രാവൽ ചെയ്യാൻ പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഉയരം മോനെ അടിപൊളിയാണ് ലുക്കൊക്കെ കാണാൻ. ആ UFOയുടെ ലുക്ക് തന്നെ ഉണ്ടോ. അപ്പോൾ നമുക്കൊന്ന് പറക്കാം. അവിടെ മോനെ സിറ്റി കാണാൻ തന്നെ രസമാണ് ഈ UFOയോടൊപ്പം. അപ്പോൾ നമുക്കൊന്ന് പറന്ന് നോക്കാം. അടിപൊളിയാണ് ഗൈസ്. നല്ല UFO ആണ്. നമ്മുടെ ഏലിയൻ മോഡിൽ വന്ന സ്പേസ് ഷിപ്പ് തന്നെയാണെന്നാണ് തോന്നുന്നത് പുതിയത് വന്നത്. ഇത് കുറേ നാളായി വരുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഡെവലപ്പർ. അപ്പം ഇനി ആ പറ്റിയിട്ടുണ്ടാകത്തില്ല, വന്നു കഴിഞ്ഞ് ഇപ്പം നമുക്കിതും വെച്ച് താഴോട്ട് ഇറങ്ങാം.
എടി ഇറങ്ങടി. ഇവൻ അഭിനയം ഒരുമാതിരി ഇതാ കേട്ടോ. എപ്പോൾ നോക്കിയാലും പതുക്കെയുള്ളൂ. താഴെ വീണമെന്ന് എഴുന്നേക്കാൻ എന്ത് ഇതാ. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം ഏതായാലും. ഇപ്പം നമ്മൾ എഴുന്നേറ്റുണ്ട്. പിന്നെ പുതിയൊരു കാർ വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ കാറാണ് ലാൻഡ് ക്രൂയിസർ. അപ്പോൾ എൻ്റെ ചീറ്റ് കോഡ് വരുന്നത് 1820 ആണ്. അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ഇവിടെ ലാൻഡ് ക്രൂയിസർ വരുത്താം. 1820 കൊണ്ട് ഒരു ലാൻഡ് ക്രൂയിസറും കൂടെ വരുത്താം. നല്ല കാറാണ്. ഈ ലാൻഡ് ക്രൂയിസറിൻ്റെ കൂടെ തന്നെ ഈ മറ്റുള്ള വണ്ടികളും ഈ ലാൻഡ് ക്രൂയിസറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓടിക്കാൻ നല്ല രസമാണ്. ഇനി ഈ കാറും കൂടെ ട്രാഫിക് കാറിൽ വരാനുണ്ട്. അത് പുതിയ അപ്ഡേറ്റിൽ എന്തായാലും വരുന്നതായിരിക്കും. ടാബൊക്കെ വെച്ചിരിക്കുന്നു ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം നമ്മൾ പോവാണ്. എന്തൊരു സുഖം. ഇപ്പം കളർഫുള്ളായിട്ടുണ്ട്. ഈ വണ്ടികളുടെ കൂടെ ഓടിക്കാൻ തന്നെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.